ശരീരത്തിൽ 8 വളവുകൾ ഉള്ള ബ്രഹ്മാദ്വൈതവാദിയും താർക്കികനുമായ ഒരു മഹർഷിയാണ് അഷ്ടാവക്രൻ. മഹാഭാരതത്തിലും ഇതര പുരാണങ്ങളിലും അദ്ദേഹത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ വനപർവ്വത്തിലാണ് തത്വജ്ഞാനിയായ അഷ്ടാവക്ര മുനിയെക്കുറിച്ചു പ്രതിപാദിക്കുന്നത്. ഖഹോടക മഹർഷിക്ക് സുജാതയെന്ന സ്ത്രീയിൽ ജനിച്ച പുത്രനായിരുന്നു തത്വജ്ഞാനിയായ അഷ്ടാവക്ര മുനി. ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അഷ്ടാവക്രൻ പിതാവായ ഖഹോടകനെ ഉപദേശിക്കുകയും അദ്ദേഹത്തിന്റെ ഉച്ചാരണ ശുദ്ധിയില്ലായ്മയെ തിരുത്തുകയും ചെയ്തു. കുപിതനായ പിതാവിന്റെ ശാപത്താൽ ശരീരത്തിന് 8 വളവുകളോടെ ജനിച്ചു. വാജശ്രവസിന്റെ പുത്രനായ ഉദ്ദാലക മഹർഷിയുടെ ശിഷ്യനായിരുന്നു ഖഹോടകൻ. ഗുരുശിക്ഷ പൂർത്തീകരിച്ചപ്പോൾ തന്റെ പുത്രിയായ സുജാതയെ ദാനമായി അദ്ദേഹം ഖഹോടകന് നൽകി. ഉദ്ദാലകന്റെ മറ്റു പുത്രന്മാരായിരുന്നു ശ്വേതകേതുവും നചികേതസും. ഖഹോടകൻ സുജാതയെ വിവാഹം കഴിച്ചു. ഒരിക്കൽ പോലും ഖഹോടകനെ വിട്ടുപിരിയാൻ സുജാതയ്ക്കു കഴിഞ്ഞിരുന്നില്ല. തന്മൂലം ഖഹോടകൻ ചൊല്ലുന്ന വേദമന്ത്രങ്ങൾ സുജാതയുടെ വയറ്റിൽ കിടന്ന ഗർഭസ്ഥ ശിശു ഹൃദിസ്ഥമാക്കിക്കൊണ്ടിരുന്നു. എപ്പോഴും ധ്യാനനിരതനായിരുന്ന ഖഹോടകൻ ഭാര്യയെപ്പറ്റിപ്പോലും നിർവിചാരനായിരുന്നു. ഒരു ദിവസം മന്ത്രോച്ചാരണ സമയത്ത് ഗർഭസ്ഥ ശിശു ഖഹോടകനോട് പറഞ്ഞു, അങ്ങ് ഉരുവിട്ട മന്ത്രങ്ങളെല്ലാം ഞാൻ ഹൃദിസ്ഥമാക്കി. പക്ഷേ അവയ്ക്ക് ഉച്ചാരണ ശുദ്ധിയില്ല. ഇതുകേട്ട ഖഹോടകൻ കുപിതനായി, ഗർഭാവസ്ഥയിൽ നീ ഇങ്ങനെയെങ്കിൽ പുറത്തു വന്നാലോ, നീ അഷ്ടാവക്രനാവട്ടെ എന്നൊരു ശാപം കൊടുത്തു. സുജാത ഗർഭിണിയായിരിക്കുമ്പോൾ നാട്ടിൽ കൊടിയ ദാരിദ്ര്യം ഉണ്ടായി. പട്ടിണി കൊണ്ട് ജനങ്ങൾ മരിക്കാൻ തുടങ്ങി. സുജാതയുടെ നിർബന്ധത്താൽ ഖഹോടകൻ ജനകപുരിയിലെ രാജാവിനോട് കുറച്ചു ധനം അഭ്യർത്ഥിക്കാൻ പോയി. പക്ഷേ രാജാവിനെ കാണുന്നതിനു മുൻപ് അദ്ദേഹം രാജസദസ്സിലെത്തി വാന്തികൻ എന്ന താർക്കികനുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. വാന്തികൻ വരുണന്റെ പുത്രനാണ്. തോൽക്കുന്നവരെ കടലിൽ എറിയാറുള്ള വാന്തികൻ ഖഹോടകനെയും അദ്ദേഹത്തിന്റെ തോൽവിയെ തുടർന്ന് കടലിൽ എറിഞ്ഞു. പുത്രന് ജന്മം കൊടുക്കുന്നതിനു മുൻപുതന്നെ സുജാത അങ്ങനെ വിധവയായി. അതിനു നാളുകൾക്കു ശേഷം പിതാവിന്റെ ശാപം പോലെ തന്നെ ശരീരത്തിൽ 8 വളവുകളുള്ള ഒരു പുത്രനെ സുജാത പ്രസവിച്ചു. ഭർതൃവിരഹത്തിനു ശേഷം സുജാത തന്റെ പിതാവായ ഉദ്ദാലക മഹർഷിയുടെ ആശ്രമത്തിലേക്കു തിരിച്ചുപോയി. ഒരിക്കൽ അവിടെ ഉദ്ദാലകന്റെ പുത്രനായ ശ്വേതകേതുവും ബാലനായ അഷ്ടാവക്രനും ചേർന്നു കളിക്കുന്നതിനിടയിലുണ്ടായ വഴക്കിൽ ശ്വേതകേതു അഷ്ടാവക്രനെ പിതാവില്ലാത്തവൻ എന്നു കളിയാക്കി. അതിനെ തുടർന്ന് അമ്മയിൽ നിന്ന് അച്ഛന്റെ ദുരന്ത കഥ മനസ്സിലാക്കിയ അഷ്ടാവക്രൻ ജനകപുരിയിലേക്ക് പോയി വാന്തികനുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. ആദ്യമായി തോൽവിയെറിഞ്ഞ വാന്തികനെ ജനകസൈന്യം കടലിൽ എറിഞ്ഞു. വാന്തികൻ കടലിൽ പതിച്ചതും അഷ്ടാവക്രന്റെ പിതാവായ ഖഹോടകൻ കടലിൽ നിന്നും പൊങ്ങിവരികയും ചെയ്തു. ഖഹോടകനൊപ്പം അഷ്ടാവക്രൻ തന്റെ ആശ്രമത്തിലേക്ക് വരുന്ന വഴി നദിയിലിറങ്ങി കുളിക്കുകയും തുടർന്നു കുളി കഴിഞ്ഞ് കയറുമ്പോൾ അഷ്ടാവക്രന് പിതാവിന്റെ അനുഗ്രഹത്താൽ ശരീരത്തിലെ വളവുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും ചെയ്തു. വേദാന്തശാസ്ത്രത്തിലെ അത്യന്തം ഉത്കൃഷ്ടമായ ഒരു ഗ്രന്ഥമാണ് അഷ്ടാവക്ര ഗീത അഥവാ അഷ്ടാവക്ര സംഹിത. ജ്ഞാനയോഗത്തിന്റെയും കർമ്മയോഗത്തിന്റെയും സ്വരൂപവിജ്ഞാനത്തിലും പൊതുവെ വേദാന്ത ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ സാമാന്യജ്ഞാനത്തിലും അദ്വിതീയമായ ആത്മവസ്തുവിന്റെ അപരോക്ഷജ്ഞാനം സിദ്ധിക്കുന്നതിലും അതിൽ പ്രതിഷ്ഠയെ പ്രാപിക്കുന്നതിലും അഷ്ടാവക്ര ഗീത ജിജ്ഞാസുക്കൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നു. ഭഗവദ്ഗീത എന്ന പോലെ അഷ്ടാവക്ര ഗീതയും സംവാദരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഗുരുശിഷ്യ രൂപത്തിലുള്ള ഈ സംവാദത്തിൽ ശിഷ്യനായി ജനകപുരി രാജാവും ഗുരുവായി അഷ്ടാവക്രമുനിയുമാണ്. ശിഷ്യന്റെ ചോദ്യങ്ങളും അതിന് ഗുരുവിന്റെ ഉത്തരങ്ങളും കൂടാതെ അദ്ദേഹത്തിന്റെ സ്വാനുഭവ കഥകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. വിഷ്ണു പുരാണത്തിൽ അഷ്ടാവക്രനെപ്പറ്റി വേറൊരു കഥ പറഞ്ഞു കാണുന്നു. അഷ്ടാവക്രന് വെള്ളത്തിൽ നിന്നു തപസ്സു ചെയ്യുമ്പോൾ ചില ദേവസ്ത്രീകൾ അദ്ദേഹത്തെ കാണുകയും പൂജിക്കുകയും ചെയ്തു. അവരുടെ പൂജയിൽ സന്തുഷ്ടനായി എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാന് അഷ്ടാവക്രൻ അവരോട് പറഞ്ഞു. തങ്ങൾക്ക് അത്യുത്തമനായ പുരുഷനെ ഭർത്താവായി ലഭിക്കണമെന്ന വരമാണ് അവർ ചോദിച്ചത്. കരയ്ക്കു കയറിയ അഷ്ടാവക്രൻ അങ്ങനെയെങ്കിൽ വരനായി തന്നെ സ്വീകരിച്ചുകൊള്ളാന് അവരോട് നിർദ്ദേശിച്ചു. എന്നാൽ തന്റെ വൈരൂപ്യവും വക്രതയും കണ്ട് അവർ ചിരിച്ചപ്പോൾ മുനി ക്രുദ്ധനായി. വരം ലഭിച്ച ശേഷം അവർ കള്ളന്മാരുടെ കൈയിൽ അകപ്പെടുമെന്നും തന്നെ പരിഹസിച്ച ദേവസ്ത്രീകൾ മനുഷ്യസ്ത്രീകളായി തീരട്ടെയെന്നു ശപിച്ചുവെന്നും അവരാണ് പിന്നീട് ഗോപസ്ത്രീകളായി ജനിച്ചതെന്നും കഥയുണ്ട്.
ഒരിക്കൽ ജനക മഹാരാജാവ് നിദ്രയിലാണ്ടിരിക്കെ താന് ഒരു യാചകനായി ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നതായുള്ള സ്വപ്നം കണ്ടിട്ട് ഞെട്ടിയുണർന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സംശയമുദിച്ചു. സ്വപ്നത്തിൽ ഞാൻ ഒരു യാചകനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ഒരു രാജാവാണ്. സ്വപ്നവേളയിൽ ഞാൻ യാചകനാണെന്നത് സത്യമായി അനുഭവപ്പെട്ടു. ഇപ്പോൾ ഞാൻ രാജാവാണെന്നുള്ളതും സത്യമായി അനുഭവപ്പെടുന്നു. ഇവയിലേതാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്? അദ്ദേഹം ഈ സംശയം തന്റെ മന്ത്രിമാരോടും രാജസദസ്സിലെ സകല വിദ്വാൻമാരോടും ചോദിച്ചു. അവർക്കാർക്കും തന്നെ ഇതിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ജനക മഹാരാജാവ് വിഷണ്ണനായിരിക്കുമ്പോൾ അതിതേജസ്വിയായ ഒരു യുവ തപസ്വി അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നെത്തി. അദ്ദേഹമായിരുന്നു വിഖ്യാതനായ അഷ്ടാവക്രമുനി. ജനകൻ മുനിയോട് ചോദിച്ചു, അല്ലയോ മുനേ, ജാഗ്രതസ്ഥയാണോ അതോ സ്വപ്നാവസ്ഥയാണോ സത്യമായുള്ളത്? ജനകന്റെ ഈ സംശയം കേട്ടിട്ട് അഷ്ടാവക്രൻ ജനകനോട് പറഞ്ഞു, രാജൻ, അങ്ങ് ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും അങ്ങയ്ക്കുണ്ടായ അനുഭവങ്ങൾ എല്ലാം തന്നെ മിഥ്യയാണ്. ജാഗ്രതും സ്വപ്നവും ഒരുപോലെ മിഥ്യയാണ്. അങ്ങ് രാജാവോ യാചകനോ അല്ല, അവയിൽ നിന്നെല്ലാം ഭിന്നമായ ചൈതന്യ സ്വരൂപമായ ആത്മാവാണ്. ആത്മാവ് മാത്രമാണ് അദ്വിതീയമായ സത്യം. ഇതിനെ തുടർന്ന് ജനക മഹാരാജാവും അഷ്ടാവക്രമുനിയുമായി ഉണ്ടായ സംവാദമാണ് അഷ്ടാവക്രഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിഷയസുഖത്തിൽ വിരക്തി വന്ന ഏതൊരാൾക്കും ഗുരുവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ മറ്റു യാതൊരുപാധിയും കൂടാതെ തന്നെ താനാരാണ് എന്നറിഞ്ഞ് മുക്തി നേടാം എന്നാണ് അഷ്ടാവക്രമുനി നൽകുന്ന സന്ദേശം. സ്ത്രീ പുരുഷ ബാലവൃദ്ധാദി ഭേദമില്ലാതെ മുക്തി ഏവരുടെയും ജന്മാവകാശമാണ് എന്ന് ഈ ഗീത നമ്മെ ഉപദേശിക്കുന്നു. മുക്തി നേടുന്നതിന് ഒരാളുടെ ജാതി, വർണ്ണം, ദേശം, മതം എന്നിവയൊന്നും തന്നെ തടസ്സമല്ല. നിത്യമുക്തനായ ആത്മാവാണ് താൻ എന്ന് തിരിച്ചറിയുക മാത്രമേ അതിന് വേണ്ടതായിട്ടുള്ളൂ. അഷ്ടാവക്രഗീതയിൽ നിന്നുള്ള ജ്ഞാനം ഒരാളെ ബന്ധനത്തിൽ നിന്ന് സമ്പൂർണ്ണ സ്വതന്ത്രതയിലേക്ക് ഉയർത്താൻ സഹായിക്കും. ഒരു അന്വേഷകനെ വിമോചനത്തിലേക്കുള്ള പാതയിലേക്ക് നയിക്കും. ഒരു വ്യക്തിക്ക് കാലാതീതമായ ശാശ്വതമായ ആനന്ദത്തിലേക്ക് എങ്ങനെ അനായാസമായി എത്താമെന്നും അവന്റെ ബോധത്തെ സ്വയം നിയന്ത്രിക്കാനാകുമെന്നും ഇത് പഠിപ്പിക്കുന്നു. നമ്മിൽ ഓരോരുത്തരിലും ഒരു ഊർജ്ജസ്രോതസ് ഇടതടവില്ലാതെ ഒഴുകുന്നു. പക്ഷേ നമ്മുടെ ബന്ധനങ്ങൾ കാരണം നാം അത് തിരിച്ചറിയുന്നില്ല. ആത്മീയത എന്നാൽ ഒരാൾക്ക് ആ ഊർജ്ജസ്രോതസ്സുമായി എങ്ങനെ ബന്ധപ്പെടാമെന്നും അതിനെ ഒരു മാർഗനിർദ്ദേശ സംവിധാനമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതുമാണ്. അങ്ങനെയായാൽ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ അർത്ഥം കണ്ടെത്താനാകും. നല്ല കലാകാരന്മാർ, ശാസ്ത്രജ്ഞർ, വ്യവസായികൾ, അവർ ബോധപൂർവമോ അല്ലാതെയോ തങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞതിനാൽ വളരെ ആത്മീയരാണ്. ആത്മീയനായിരിക്കുക എന്നതിനർത്ഥം ഉള്ളിലെ ലോകത്തെ പര്യവേക്ഷണം ചെയ്യുകയെന്നതാണ്. നമുക്കുള്ള സഹജമായ ശക്തി മനസ്സിലാക്കുക, നമ്മൾ ആരാണെന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് സ്വയം പ്രകടിപ്പിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, എന്നാലും നമുക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? നന്ദി, നമസ്കാരം.